എന്താന്ന് മനസ്സിലായോ? KPCCയുടെ രാഷ്ട്രീയ കാര്യ സമിതി കൂടിയതത്രേ. ഒരു കൊല്ലം ഇത്തരെ ഇത് കൂടിയിട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഐക്യം വേണമെന്ന് ചെന്നിത്തല എല്ലാവരും അത് ഏറ്റു പറഞ്ഞു. പിന്നെ അതായി തർക്കം. ഒരാൾ ഞാനാണ് ആദ്യം ഐക്യം വേണമെന്ന് പറഞ്ഞതെന്ന്, മറ്റൊരാൾ അതല്ല ഞാനാണ് ആദ്യം ഐക്യം വേണമെന്ന് പറഞ്ഞതെന്ന്. അങ്ങനെ തർക്കം തുടങ്ങി. ഒരു മര്യാദ വേണ്ടേ? ഒരു കാര്യം മിണ്ടിയ പ്രശ്നമാണ്. അത് ആദ്യം പറഞ്ഞത് ഞാനാന്നും പറഞ്ഞ് മറ്റൊരാൾ അത് ഏറ്റുപിടിക്കും. 25 കൊല്ലമായിട്ട് MLA-യും പല പല വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള മന്ത്രിയുമാണ് ഞാൻ. മുഖ്യമന്ത്രിയാവാൻ ഇയാളെക്കാൾ യോഗ്യം ഞാൻ തന്നെ. ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. ഇത്രയും അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരാളെ മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിന് വേണ്ട. മുഖ്യമന്ത്രി ആവേണ്ട പൂതി പലർക്കും ഉണ്ടെങ്കിലും നമ്മുടെ സിദ്ദീഖിൻ്റെ പേടി LDF ഇനി മൂന്നാമതൊരു തവണ കൂടെ വരുമോയെന്ന് മൂപ്പർക്കൊരു പേടിയുണ്ട്. അങ്ങനെ വന്നാൽ പിന്നെ കതറിട്ടിറങ്ങിയിട്ട് കാര്യമില്ല എന്നാണ് മൂപ്പരുടെ ലൈന്. നിങ്ങൾ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഴിമതി കേസുകൾ വിളിച്ചു കുവിയാല് അതിന് മുതലെടുക്കുന്നത് ആരാ? ഇനി ഒരൊറ്റ തവണ അധികാരത്തിൽ വന്ന കേരളം ബംഗാള് പോലെയാവും. താഴെ ഇറക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ പിന്നെ കിടന്ന് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പോഴുള്ള 21 സീറ്റിൻ്റെ കൂടെ ഒരു 63 കൂടെ പിടിക്കണം എന്നാണ് സതീഷ് ഏട്ടൻ്റെ സ്വപ്നം. സ്വപ്നം തരക്കടൊന്നുമില്ല. പക്ഷേ 63ൻ്റെ കണക്ക് എങ്ങനെ കിട്ടി, ഏത് മാനദണ്ഡത്തിൽ? ഇതൊക്കെയാണ് അനിൽകുമാറിൻ്റെ സംശയം. എങ്ങനെങ്കിലും ഒരു 100 സീറ്റിൻ്റെ അടുത്ത് ഒപ്പിക്കാൻ ഇങ്ങനെ സതീഷ് ഏട്ടൻ കണഞ്ഞ് പരിശ്രമിക്കുകയാണ്. അപ്പോൾ ഇമ്മാതിരി സംശയം ചോദിച്ചാൽ ദേഷ്യം വരൂലേ? ദേഷ്യം വന്നു. പിന്നെ ഒരു രണ്ടാളും തമ്മിലായി തർക്കം. നിർത്ത്. അത് KC ഇടപെട്ട് തൽക്കാലം വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അപ്പോൾ നമ്മളെ ബെന്നിയേട്ടൻ ഈ കൂടിയിരിക്കൽ മാസാമാസം കൂടിയിരിക്കേണ്ടതാണ്, പക്ഷെ ഒരു കൊല്ലായി നമ്മളിങ്ങനെ ഇരുന്നിട്ട്. അപ്പോ ശനി ഞായറും നമുക്ക് നടത്താല്ലേ? പുറത്തെ തർക്കോ അടിയൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടേ ഉള്ളിൽ ഇങ്ങനെ കൂടിയിരിക്കാൻ? കൺവീനറെ, ഇതൊക്കെ പത്രക്കാരെയും TV-ക്കാരെയും വിളിച്ച് കരിവാരി തേക്കാൻ ശ്രമിച്ചാൽ എനിക്കിതൊക്കെ ഹൈക്കമാൻഡിനോട് പറയേണ്ടി വരും. പേടിപ്പിക്കല്ലേ? എന്റെ ഗ്രൂപ്പിന്റെ ഹൈക്കമാൻഡ് ഞാൻ തന്നെ. വേറൊരു രസം എന്താന്ന് വെച്ചാൽ മുഖ്യമന്ത്രി ആരാകുന്നുള്ളൊരു ചർച്ച ഇപ്പം തുടങ്ങാൻ കാരണം ചെന്നിത്തലയുടെ മതസാമുദായിക സംഘടനകളുടെ ഓരോ ഉദ്ഘാടനങ്ങൾക്ക് പോക്കും ആ ചർച്ചകളുമാണ്. പക്ഷേ ഇതൊന്നും അറിയാത്ത പോലെ ഐക്യം വേണമെന്ന് പറഞ്ഞ് ചർച്ച തുടങ്ങിയത് ചെന്നിത്തല അത്ര. ഞാൻ ബിരിയാണി ചോദിച്ചിട്ടുമില്ല, എനിക്ക് തരാന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടുമില്ല. ബാനു, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ഓർമ്മിപ്പിച്ചതാ പ്രസിഡന്റ്, ഒന്ന് ഓർമ്മിപ്പിച്ചതാ. എല്ലാവരും ഓരോന്നിങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളെ ശൂരനാട് രാജശേഖരന് എന്തെങ്കിലുമൊക്കെ പറയണ്ടേന്നൊരാഗ്രഹം. മൂപ്പര് നോക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിനെ പറ്റി ആരും ഒന്നും പറഞ്ഞിട്ടില്ല. മൂപ്പര് രണ്ടും കൽപ്പിച്ച്. പണ്ടൊക്കെ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രവർത്തകർക്കൊക്കെ ഒരു അത്താണിയായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ലാന്ന്. ഇപ്പോഴതൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് RDPക്ക് അടിത്തറയില്ലെന്ന്. ഐക്യജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞ മുന്നണിയുടെ മുന്നിൽ നിൽക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയ കാര്യ സമിതി കൂടിയതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടത്. അവിടെ പോയിട്ട് ആരെങ്കിലും ഐക്യം വേണമെന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞത് ഞാനാണ് എന്ന് പറഞ്ഞ് അടി തുടങ്ങും. ഇങ്ങനെ പോയാൽ ഇവർ ഭരണം പിടിക്കണ കാഴ്ച കാണാൻ നല്ല രസകരം.